The greatest punishment of betrayal is his own guilt എന്നെനിക്ക് തോന്നുകയാണ്. ഇന്നലെ വിശുദ്ധ കുർബാനയ്ക്ക് പോയപ്പോൾ ഒരു വാക്യം എന്നെ സ്പർശിച്ചു. അത് ഇതാണ്: ഇൻ ദ ഡേ ഓഫ് ഇൻ ദ ഡേ ഇൻ വിച്ച് ഹി വാസ് ബിട്രേഡ് എന്നുള്ളതാണ്. ഇൻ ദ ഡേ ഇൻ വിച്ച് ഹി വാസ് ബിട്രേഡ്. യേശുക്രിസ്തു വഞ്ചിക്കപ്പെട്ട ആ രാത്രിയിൽ എല്ലാ ക്രിസ്ത്യാനികളുടെയും രക്ഷകനായ യേശുക്രിസ്തു, ദൈവപുത്രനായ യേശുക്രിസ്തു, രക്ഷകനായ യേശുക്രിസ്തു വഞ്ചിക്കപ്പെട്ട ആ രാത്രിയിൽ, ഒരുപക്ഷെ ഈ കാലഘട്ടത്ത് അല്ലെങ്കിൽ തുടക്കം മുതലേ വിശ്വാസം അല്ലെങ്കിൽ വഞ്ചന എല്ലാ കാലഘട്ടങ്ങളിലും കാണാൻ സാധിക്കട്ടെ. പക്ഷേ തിരുവചനങ്ങൾ പറയുന്നത് പോലെ അറക്കാൻ കൊണ്ടുപോകുന്ന ചെമ്മരിയാട്ടിൻകുട്ടിയെ പോലെ തൻ്റെ പ്രിയ ശിഷ്യൻ വഞ്ചിക്കുമെന്ന് അറിഞ്ഞിട്ട് കൂടി അവനെയും അന്ത്യത്താഴത്തിൽ സ്വീകരിച്ചു അപ്പമുറിക്കൽ ശുശ്രൂഷയിൽ പങ്കുകാരനാക്കി. ഒരു ചിന്തിക്കേണ്ട ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പേര്, ഞാനുൾപ്പെടെ ഒരുപാട് പേർക്ക് ഭയം, വി ആർ റിയലി അഫ്രൈഡ് ഓഫ് ബീയിങ് ബിട്രേഡ്. അല്ല, ഒരുപാട് പേർക്ക് നമ്മളെ വഞ്ചിക്കുമോ ചതിക്കുമോ എന്നുള്ള ഭയത്താൽ ജീവിക്കുന്നവരാണ്. ക്രിസ്ത്യാനികളെ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ ആ മാതൃക കണ്ട് ആ സ്നേഹത്തെ പിൻചെല്ലാം എന്നുള്ള ഒരു ചിന്ത ഞാൻ പങ്കുവയ്ക്കുകയാണ്. യേശുക്രിസ്തു ആ വഞ്ചനയെ പൂർണ്ണമായി സ്വീകരിച്ചു. പക്ഷേ വഞ്ചിച്ചവന് അവൻ്റെ മനസ്സാക്ഷി ജീവിക്കാൻ അനുവദിച്ചില്ല. അവൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. എല്ലാ വഞ്ചനകളും അങ്ങനെ ആയിരിക്കത്തില്ല അവസാനിക്കുന്നത്. പക്ഷേ ഞാൻ സംസാരിക്കുന്നത് ആ ഒരു നമ്മുടെ ദൈവപുത്രനായ യേശുക്രിസ്തു, നമ്മുടെ രക്ഷകനായ മിശിഹ വഞ്ചിക്കപ്പെട്ടു എന്നുള്ള ആ ഒരു കാര്യമാണ്. ഭയമില്ലാതെ ദൈവസ്നേഹത്തിൽ മുന്നോട്ട് നീങ്ങാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.